ഒരു വശത്ത് കടുത്ത ആയുധ പ്രയോഗങ്ങളും മറുവശത്ത് സമാധാന ചർച്ചകളുമായി തികച്ചും പ്രവചനാതീതമായ സാഹചര്യങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ശക്തമായ ആക്രമണം നടക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം സമാധാന ചർച്ചകൾ സജീവമാകുന്ന അതിവിചിത്രമായ കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കൻ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ കനത്ത പ്രത്യാക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ 8 പ്രധാന സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങൾ കടുത്ത ആക്രമണം നടത്തിയെന്നും അവ പൂർണ്ണമായും തകർത്തു കളഞ്ഞുവെന്നുമാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് കുവൈറ്റിലും ബഹ്റിനിലും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ US ബേസുകളെയാണ് ഇറാൻ തങ്ങളുടെ ആധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ഇറാന്റെ തീരദേശ നഗരങ്ങളിലും പ്രവിശ്യകളിലുമുള്ള പ്രധാന റഡാർ സ്റ്റേഷനുകളും മിസൈൽ ലോഞ്ചിംഗ് കേന്ദ്രങ്ങളും തങ്ങളുടെ വ്യോമസേന തകർത്തതായി അമേരിക്കയും അവകാശപ്പെടുന്നുണ്ട്. ഇതിനിടയിലും ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ തങ്ങളുടെ ക്രൂരമായ ആക്രമണം ശക്തമായി തുടരുകയാണ്. അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ ഇരുപക്ഷങ്ങളും പശ്ചിമേഷ്യയിൽ പോരാട്ടം തുടരുമ്പോൾ പശ്ചിമേഷ്യ താൽക്കാലികമായെങ്കിലും ശാന്തമാകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ അണിയറയിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. മേഖലയിലെ സംഘർഷങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണുന്നതിനായി നാളെ ഖത്തറിലെ ദോഹയിൽ വെച്ച് അതീവ നിർണായകമായ സമാധാന ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡിൽ ജൂൺ 29 നടത്താൻ നിശ്ചയിച്ചിരുന്ന ഈ സമാധാന ചർച്ച യുദ്ധത്തിന്റെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്താണ് പെട്ടെന്ന് തന്നെ ദോഹയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നും നാളെയുമായി ദോഹയിൽ വെച്ച് നടക്കുന്ന ഈ ഉച്ചകോടിയിൽ നാളെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ നടക്കുക. ഇന്ന് ചില അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ നേരിട്ട് പങ്കെടുക്കുന്ന ഈ ചർച്ചയിൽ ഖത്തറും പാകിസ്ഥാനുമാണ് പ്രധാന മധ്യസ്ഥരായി രംഗത്തുള്ളത്. നാളെ നടക്കുന്ന ഈ ചർച്ചയിൽ ഒരു അനുകൂല തീരുമാനമുണ്ടാകുമോ എന്ന് ലോകം അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്. തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അടുത്ത 30 ദിവസത്തേക്ക് തങ്ങൾ ഏറ്റെടുത്തതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ നിലവിൽ അന്താരാഷ്ട്ര കപ്പലുകൾ ഭാഗികമായി നീങ്ങുന്നുണ്ട് എങ്കിലും പഴയതുപോലെ സുരക്ഷിതമായ ഒരു ഗതാഗതം ഇപ്പോൾ സാധ്യമാകുന്നില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ പരമാധികാരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രബിന്ദു. അതേസമയം മേഖലയിൽ സമാധാന കരാറുകളുടെ മഷി ഉണങ്ങും മുൻപേ വീണ്ടും വൻതോതിലുള്ള യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏകപക്ഷീയമായ നയതന്ത്ര സൈനിക നീക്കങ്ങൾക്ക് തങ്ങളുടെ കരുത്തുറ്റ ആയുധ ശേഖരം കൊണ്ട് ശക്തമായ തിരിച്ചടി നൽകി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക മേധാവിത്വം പ്രതിരോധ ശേഷിയും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ ദിവസം പുലർച്ചെ കുവൈറ്റിലെയും ബഹ്റിനിലെയും അതീവ സുരക്ഷാ മേഖലകളിലും അമേരിക്കൻ താവളങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്ത ബലിസ്റ്റിക് മിസൈലുകളും ആധുനിക ഡ്രോണുകളും ലക്ഷ്യം കണ്ടതായാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്തുമ്പോഴും ഇറാന് ഇപ്പോൾ അടിയന്തരമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ ആവശ്യമുണ്ട് എന്ന വസ്തുത മറന്നുകളയരുത്. ഇറാന്റെ അന്തരിച്ച പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ്. ജൂലൈ 3, 4 തീയതികളിൽ തുടങ്ങി 9 അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് ഒരു ശാന്തത രാജ്യത്തിന് ഇപ്പോൾ ആവശ്യമാണ്. രാജ്യത്തെ ഈ വലിയ ദുഃഖാചരണ സമയത്ത് അമേരിക്കയുമായോ ഇസ്രായേലുമായോ വീണ്ടും ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകാൻ ഇറാന്റെ സൈന്യത്തിനോ ഭരണകൂടത്തിനോ തൽക്കാലം താല്പര്യമില്ല. പുതിയ നേതാവ് മുജ്തബ ഖമേനി ഈ സംസ്കാര ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുക്കുമെന്ന സൂചനകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാന ചടങ്ങുകൾ സുരക്ഷിതമായി പൂർത്തിയാക്കുന്നതിനായി നാളെ ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിനും സമാധാന കരാറിനും ഇറാൻ പൂർണ്ണമായും സമ്മതിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എങ്കിൽ പോലും ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും നിലപാടുകൾ ഈ ചർച്ചയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാകൂ. കുവൈറ്റിൽ അമേരിക്ക സജ്ജീകരിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അതിനൂതനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാട്രിയോട്ട് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇറാന്റെ ബലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കൻ താവളങ്ങളുടെ ഹൃദയഭാഗത്ത് നേരിട്ട് പതിച്ചത്. മുൻപ് പലതവണ കുവൈറ്റിന്റെ പ്രതിരോധ സേന ഇറാന്റെ മിസൈലുകളെ തടഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത്തവണ സാങ്കേതിക തികവാർന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല. ഈ വൻ മിസൈൽ വർഷത്തിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവള പരിസരത്ത് മിസൈൽ പതിച്ച് ഒരു ഇന്ത്യൻ സ്വദേശി മരിക്കുകയും 60-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കുവൈറ്റിനു പുറമെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രവും US 5ാം നാവികസേന കപ്പൽ പടയുടെ ആസ്ഥാനവുമായ ബഹ്റിനിലേക്കും ഇറാൻ തുരുതുരാ മിസൈലുകളും ഡ്രോണുകളും അയച്ചു.
ആക്രമണ ഭീഷണി അതീവ ഗുരുതരമായതിനെ തുടർന്ന് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന വ്യോമാക്രമണ സൈറനുകൾ ബഹ്റൈനിൽ ഉടനീളം മുഴങ്ങിക്കേൾക്കുകയാണ്. തൽക്കാലം സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെയും ഇറാഖിന്റെ ചില പ്രദേശങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടിട്ടില്ല എങ്കിലും യുദ്ധം കൂടുതൽ കനത്താൽ ഈ രാജ്യങ്ങളിലേക്കും ആക്രമണം പടരുമെന്ന ആശങ്കയും മേഖലയിൽ ശക്തമാണ്. ബഹ്റൈനെയും കുവൈറ്റിനെയും ഇറാൻ ഇപ്പോൾ പ്രധാന ലക്ഷ്യം വെക്കാൻ കൃത്യമായ കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ വെച്ച് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCC രാഷ്ട്ര തലവന്മാരുടെ അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ സ്വാധീനവും അധികാരവും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൾഫ് രാജ്യങ്ങളുടെ സാന്നിധ്യത്തിൽ ലോകത്തോട് ലൈവായി ഒരു പുതിയ കപ്പൽ പാത പ്രഖ്യാപിക്കുകയുണ്ടായി. ഹോർമൂസ് കടലിടുക്കിന്റെ അധികാരം ഒരു രാജ്യത്തിന് മാത്രമല്ല എന്നും അത് എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നുമുള്ള മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനവും യോഗത്തിൽ ഇറാനെതിരെ പാസാക്കിയ പ്രമേയമാണ് ഇറാന്റെ വിപ്ലവ ഗാർഡുകളെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ അതിർത്തി ഒഴിവാക്കി ഒമാന്റെ തീരത്തുകൂടി മാത്രം കടന്നു പോകുന്ന ഈ പുതിയ പാത കൊണ്ടുവന്നാൽ തങ്ങളുടെ തന്ത്രപ്രധാനമായ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് ഇറാന് വ്യക്തമായി അറിയാം. ഇതിന്റെ ആദ്യ പ്രതികരണം എന്നോണം പുതിയ പാതയിലൂടെ സഞ്ചരിച്ച സിംഗപ്പൂർ, പനാമ കപ്പലുകൾക്ക് നേരെ ഇറാൻ നാവികസേന വിജയകരമായി ആക്രമണം നടത്തിയിരുന്നു. തങ്ങളുടെ മേഖലയിലൂടെ അമേരിക്കൻ സംരക്ഷണത്തിൽ കപ്പലുകൾ പോകുന്നത് കൈവിട്ട് കളയാണെന്ന ഇറാന്റെ മുന്നറിയിപ്പ് അവഗണിച്ചതിനാലാണ് ഇപ്പോൾ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US കേന്ദ്രങ്ങളിലേക്ക് ആദ്യ അടി വന്നിരിക്കുന്നത്. 1991 യുദ്ധത്തിന് ശേഷം കുവൈറ്റിൽ അമേരിക്ക സ്ഥാപിച്ച ഒരു വലിയ സൈനിക താവളം കേവലം 2 ജില്ലകളുടെ മാത്രം വലിപ്പമുള്ള കുവൈറ്റിന്റെ സമ്പത്തും എന്നും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കൊപ്പമായിരുന്നു എന്നതും കുവൈറ്റിനെ ലക്ഷ്യമിടാൻ ഇറാന് ഒരു കാരണമാണ്. ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഈ ശക്തമായ തിരിച്ചടിയിൽ പ്രകോപിതനായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കലിതുള്ളിയാണ് ഇറാന്റെ 10 തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതും. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ, റഡാർ സ്റ്റേഷനുകൾ, ഡ്രോൺ പറപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, അവയുടെ ഇൻഫ്രാസ്ട്രക്ചർ സൂക്ഷിക്കുന്ന വലിയ സ്റ്റോറേജ് സ്പേസുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെയും നാവിക കമാൻഡിന്റെയും ഈ സംയുക്ത ആക്രമണം. കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഫ്രാൻസിലെ ചരിത്രപ്രസിദ്ധമായ വെയ്സായ് കൊട്ടാരത്തിൽ വെച്ച് ഒപ്പിട്ട 60 ദിവസത്തെ താൽക്കാലിക സമാധാന കരാറിന്റെ ലംഘനമാണ് ഇത് എന്ന് അമേരിക്ക വാദിക്കുമ്പോൾ ട്രംപിന്റെ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ വിലയേ ഉള്ളൂ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. 1919 ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ ഇതേ വെഴ്സായ് കൊട്ടാരത്തിൽ ഒപ്പിട്ട സമാധാന കരാറിന് 20 വർഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ട്രംപ് ഒപ്പിട്ട ഇലക്ട്രോണിക് ഒപ്പിന് 20 ദിവസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധത്തിന് പിന്നിൽ വൻതോതിലുള്ള ഓഹരി വിപണി തന്ത്രങ്ങളും ലോക്ഹീഡ് മാർട്ടിൻ പോലുള്ള വൻകിട അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികളുടെ അന്ധമായ കച്ചവട താല്പര്യങ്ങളുമാണ് എന്നത് വ്യക്തമാണ്. യുദ്ധം വരുമ്പോൾ ഓഹരി വിപണി ഇടിയുകയും ആ സമയത്ത് ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നവർക്ക് പിന്നീട് യുദ്ധഭീതി പരത്തി വില കൂട്ടി വിൽക്കാമെന്ന വലിയൊരു കച്ചവട തന്ത്രവുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിഷ്കിയാൻ ആണെങ്കിലും IRGCയുടെയും പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുടെയും നിലപാട് പ്രകാരം അമേരിക്ക തിരിച്ചടിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചടിക്കുക എന്ന കൃത്യമായ പ്രതിരോധ തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ബെൻഗ്വീറും ചേർന്ന് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ലെബനൻ അതിർത്തിക്കുള്ളിലും നിരന്തരം ബോംബ് വർഷം നടത്തുകയാണ്. ലെബനനുമായുള്ള ചട്ടക്കൂട് കരാറിന്റെ മഷി ഉണങ്ങും മുൻപെയാണ് ഇസ്രായേലിന്റെ ഈ കടന്നുകയറ്റം. ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് ഇസ്രായേലും ചേർന്ന് ആക്രമണം അഴിച്ചുവിടുമ്പോഴും ഇറാൻ നേരിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും ട്രംപിനെതിരെയുള്ള യുദ്ധവിരുദ്ധ വോട്ടെടുപ്പുകൾ നടക്കുകയും സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ഭരണഘടനാപരമായ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചും വീറ്റോ അധികാരം പ്രയോഗിച്ചുമാണ് ട്രംപ് യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത്. വരാനിരിക്കുന്ന മിഡ് ടൈം ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി വൻതോതിൽ തോൽക്കുമെന്ന ഭയമാണ് ട്രംപിനെ പെട്ടെന്ന് ഈ ഒരു സമാധാന കരാറിന് പ്രേരിപ്പിച്ചതെങ്കിലും ഇസ്രായേലിന്റെയും ഇറാന്റെ വിപ്ലവ ഗാർഡുകളെയും ഒരേ സമയം തൃപ്തിപ്പെടുത്താൻ കഴിയാതെ ട്രംപ് ഇപ്പോൾ പുലിവാലി പിടിച്ച അവസ്ഥയിലാണ്. ഭൂമുഖത്ത് നിന്ന് തുടച്ചു കളയുമെന്ന അമേരിക്കയുടെ സ്ഥിരം ഭീഷണികളെ ഇറാൻ ഇപ്പോൾ ഭയപ്പെടുന്നില്ല. അതിന് പുല്ലുവില പോലും കൽപ്പിക്കുന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളായി ആയിരക്കണക്കിന് തവണ ആക്രമിക്കപ്പെട്ടിട്ടും തങ്ങളുടെ ആയുധശേഷിയും സൈനിക വീര്യവും നിലനിർത്താൻ ഇറാനു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി വരുന്നതും ഇറാൻ കണ്ണടച്ച് ജയിക്കുമെന്നത് ഉറപ്പാണ്.